പ്ലീസ് വിജി, ഇനി വിജയുടെ അടുത്ത് മാത്രമല്ല വേറെ ഒരു പെണ്ണിന്റെ അടുത്ത് ഞാൻ ഇതുപോലെ ഒരിക്കലും ഉണ്ടാവില്ല. ഈ ഒരു തവണത്തേക്ക് എന്നോടൊന്ന് ക്ഷമിക്ക് വിജി. നാണമില്ലാത്തവൻ ഇവനെന്തിനാ വിജയോട് കൈകൂപ്പി മാപ്പ് ചോദിക്കുന്നേ? ഇത് നോക്ക്, ഇതാ നിനക്ക് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മോർണിംഗ്. ഇനി മുതൽ നീ എന്റെ അടുത്ത് മാത്രമല്ല, ഏതെങ്കിലും പെണ്ണിന്റെ അടുത്ത് നീ മോശമായിട്ട് പെരുമാറിയെന്ന് ഞാൻ അറിഞ്ഞ ഇത്തവണ ഞാൻ കൈകൊണ്ട് അടിച്ചത് അടുത്ത തവണയുണ്ടല്ലോ, സൂക്ഷിച്ചോ. ഭാഗ്യം രക്ഷപ്പെട്ടു. ഇവിടെ നടന്നത് വേറെ ആരും കണ്ടില്ലെന്നാ തോന്നണേ. സന്തോഷ് മാധവ, ഞാൻ ക്ഷമ ചോദിച്ചല്ലേ. അയ്യോ, എല്ലാം കേട്ടോ എന്തോ. സന്തോഷ് മാധവ, നിന്റെ തലയ്ക്ക് അടികിട്ടി ബോധം പോയി വട്ടായോ നിനക്ക്? നീ എന്തിനാ വെറുതെ ഒരാവശ്യമില്ലാതെ കൈകൂപ്പി കെഞ്ചിക്കൊണ്ടിരിക്കുന്നേ? സന്തോഷ് മാധവ, നിന്നോട് ചോദിക്കുന്നേ, എന്ത് സംഭവിച്ചേ? ആ വിജിയെ ടോർച്ചർ ചെയ്ത് സഹിക്കാനാവാതെ അവൾ ഈ കടവിട്ട് എങ്ങനെയെങ്കിലും പോട്ടേന്ന് വെക്കുമ്പോ അവളുടെ പുറകെ നടന്ന് കൈകൂപ്പി കെഞ്ചിക്കൊണ്ടിരിക്കാ നീ. ചോദിച്ചത് കേട്ടില്ലേ? എന്താ അവളോട് കെഞ്ചാൻ മാത്രമേ നിന്റെ വായ തുറക്കുന്നുണ്ടോ? എന്താ ദേഷ്യം വരുന്നുണ്ടോ നിനക്ക്? ഈ ദേഷ്യമെല്ലാം അവളുടെ പുറകെ നടക്കുമ്പോ നിനക്ക് എവിടെ പോകുന്നു? മാഡം മാഡം നോക്ക്, എന്താ സംഭവിച്ചെന്നറിയാത്ത വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കല്ലേ, അല്ലെങ്കിൽ ഞാൻ ടെൻഷനിൽ നിൽക്കാം. അത് തന്നെയല്ലേ എന്താ നടന്നേന്ന് ചോദിക്കുന്നേ. എന്തിനാ നീ അവളോട് കെഞ്ചുന്നേന്ന്? എന്താ മാഡം, എന്താ എന്നെ പറ്റി വിചാരിച്ചേ? എനിക്ക് എന്താ അവളുടെ മുമ്പിൽ ഇങ്ങനെ കൈ കൂപ്പി തൊഴുതു വെക്കണം വല്ല ആഗ്രഹം ഉണ്ടായിട്ടാ? എന്തു പറയാനാ, എന്റെ സമയദോഷം. അല്ലാതെ ഞാൻ അവളുടെ മുമ്പിൽ ഇങ്ങനെ പെട്ടുപോവോ? ഒരു കാരണം കിട്ടി പദം പറഞ്ഞെന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. അവളെ കൈകൂപ്പി മാപ്പ് ചോദിക്കാൻ വേണ്ടും അത്രയ്ക്കുള്ള എന്ത് തെറ്റാ നീ ചെയ്തേ? അവളെ എങ്ങാനും കയറി പിടിക്കാൻ നോക്കിയ നീ? മാഡം വേണ്ട. വേറെ എന്ത് തെറ്റ് ചെയ്തിട്ട് അവളോട് ഇങ്ങനെ പോയി കെഞ്ചുന്നേ? മാഡം വെറുതെ ഇതേ കാര്യം തന്നെ ചോദിച്ച് വെറുതെ എന്നെ പ്രാന്ത് കയറ്റരുത്, അല്ലെങ്കിലേ പ്രാന്ത് പിടിച്ചേക്കാൻ ഞാൻ മിണ്ടാതിരുന്നിട്ട് എന്തിനാ? നീ അവളോട് കൈകൂപ്പി കെഞ്ചിയത് ഇല്ലാണ്ടാവോ? ഞാൻ പറഞ്ഞാലും ശരി പറഞ്ഞില്ലേലും ശരി, നീ അവളുടെ പുറകെ നടന്നിങ്ങനെ കെഞ്ചുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. വന്ന് വന്ന് ഇവളുടെയൊക്കെ അടുത്ത് നീ ഇങ്ങനെ ചെയ്തത് എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചിട്ട് കാരണം പോലും പറയുന്നില്ല. മാഡം അതങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമല്ല, ഒന്നും മനസ്സിലാക്ക്. ആ കാര്യമൊക്കെ ഞാൻ എങ്ങനെ ഒരാളോട് തുറന്നു പറയാ? ആയിക്കോട്ടെ, ഈ കടയില് ഞാനറിയാതെ ഒരു കാര്യവും നടക്കില്ല. ഇനി അഥവാ നടന്നാ തന്നെ ഞാനൊട്ട് അറിയാതെ ഇരിക്കില്ല. അതെന്താന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. മാഡം ദയവേത് ഈ വിഷയം ഇവിടെ ഒന്ന് വിട്ടേക്ക്. ശരിന്നേ, ഈ സംസാരം ഞാൻ ഇവിടെ നിർത്തുക. പക്ഷേ നിന്നെ കൊണ്ട് മാപ്പ് പറയിച്ച ആ വിജി ഉണ്ടല്ലോ, അവളെ എന്താ ചെയ്യാൻ പോകുന്നത്? എന്നോട് ഈ വിഷയം വിടാൻ പറയുന്ന പോലെ അവളെയും വെറുതെ വിടാൻ പോവാണോ നീ? അത് മാത്രം നടക്കില്ല മാഡം. അവളുടെ മുമ്പിൽ ഞാൻ കൈകൂട്ടി തൊഴുതും നിൽക്കില്ലായിരുന്നു. പക്ഷെ എന്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി. ഇനി എത്ര ജന്മം എടുക്കേണ്ടി വന്നാലും അവള് കാരണം ഇന്ന് എനിക്കുണ്ടായ നാണക്കേടിനും അപമാനത്തിനും ഞാൻ പകരം ചോദിക്കും. ഇത്രയും നാള് വിജയുടെ കാര്യത്തിൽ മാഡം കണ്ട സന്തോഷ് മാധവൻ എന്ന വ്യക്തിയെ വേറെ, ഇനി അങ്ങോട്ട് അവളുടെ കാര്യത്തില് വേറൊരു സന്തോഷ് മാധവനെ തന്നെ കാണാൻ പോവാ. കൈകൂപ്പി അപേക്ഷിക്കുന്ന അവസ്ഥയിൽ എന്നെ എത്തിച്ചവളെ ജീവിതകാലം മൊത്തം ഞാനിട്ട് നരകിപ്പിക്കും. ഇനി അങ്ങോട്ട് മാഡം നോക്ക്, ഈ സന്തോഷ് മാധവന്റെ ശരിക്കുള്ള സ്വഭാവം അവള് കാണാൻ പോവാ. എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ എന്ത് ചെയ്യും, എപ്പ ചെയ്യും, എങ്ങനെ ചെയ്യുന്നുള്ളതൊക്കെ ഒരാളും അറിയാൻ പോകുന്നില്ല. ചെയ്യേണ്ട സമയം വരുമ്പോ കൃത്യമായി ചെയ്യും ഞാൻ. കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യും, കാണാൻ പോവല്ലേ. മാഡം ഞാൻ പാമ്പിനെ പോലെയാ, പാല് കുടിച്ചിട്ട് പോയാലും വിഷം മാത്രമേ തുപ്പുള്ളൂ. ഇവളെന്റെ ഉള്ളിൽ
എവിടെ പോയി വിളിച്ചാലും അവളെ ഞാൻ വെറുതെ വിടില്ല. എന്തിന്? ഇനി മാഡം അവളെ വിട്ടാലും ഞാൻ അവളെ വെറുതെ വിടില്ല.